കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകി. ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തിയ രാഹുൽ തുറന്ന വാഹനത്തിലാണ് കളക്ടറേറ്റിലേക്ക് പുറപ്പെട്ടത്. പ്രിയങ്കയും രാഹുലിനൊപ്പം തുറന്ന വാഹനത്തിൽ അനുഗമിച്ചു. രാവിലെ 11:30 കളക്ടറേറ്റിലെത്തിയ രാഹുൽ ഗാന്ധി UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 4 സെറ്റ് പത്രികകളാണ് രാഹുൽ ഗാന്ധി നൽകിയത്. 9 മണിക്ക് മുമ്പ് തന്നെ ജീവനക്കാരെയെല്ലാം കളക്ടറേറ്റിനകത്ത് പ്രവേശിപ്പിച്ചിരുന്നു. കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കളക്ടറേറ്റിലും പരിസരത്തും ഒരുക്കിയിരിക്കുന്നത്. രാഹുലിനെ കാണാനായി ആയിരക്കണക്കിന് പ്രവർത്തകർ കൽപ്പറ്റയിലേക്ക് ഒഴുകിയെത്തി. റോഡിനിരുവശവും കാത്തുനിൽക്കുന്ന പ്രവർത്തകർക്കും കൊടുംചൂടിനെ അവഗണിച്ചെത്തിയ സാധാരണക്കാർക്കും അഭിവാദ്യം അർപ്പിച്ചാണ് റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചത്. രാഹുലിനെ വരവേൽക്കാൻ വലിയൊരു വിഭാഗം ജനങ്ങളാണ് കാത്തുനിൽക്കുന്നത്. തുടർന്ന് നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം ഉച്ചയോടെ നാഗ്പൂരിലേക്ക് തിരിച്ചു പോകുമെന്നാണ് വിവരം. രാഹുൽ ഗാന്ധിയെ കാണാൻ വൻ ജനത്തിരക്കാണ് വയനാട്ടിൽ അനുഭവപ്പെടുന്നത്. രാഹുൽ ഗാന്ധി എത്തിയതോടെ കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തിലാണ്. ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് അധ്യക്ഷൻ, അതും പാർട്ടിയുടെ മുഖമായ ഒരാൾ, കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ബിഗ് 14. Pinky Arabic Scarf. First floor, Mariam Trade Center, Old Bus Stand, Kasaragod. Other branch, Diamond Tower, Uppala.